പേഴ്സലായിരുന്നു കേട്ടല്ലോടാ അബ്ദു. അതെ, ലീവിന് വന്നാ. ഭാര്യയെ കൊണ്ടുവന്നില്ലേ? നമ്മൾ ഇനി പെണ്ണ് കെട്ടിട്ടില്ല. ഈ അറബി പെണ്ണെ കെട്ടുന്നാണല്ലോ നാട്ടുകാര് പറയണ. അറബി പെണ്ണ നോണ പറയണൊക്കെ നാക്ക് പോയിത്തോ. അമീദ്ക്ക, ഒരു മുട്ടനെ നമുക്ക് ഉടനെ വേണം. നാട്ടുകാർക്ക് ഇച്ചിരി ബിരിയാണി കൊടുക്കാനാ. ആ ഉടനെ വേണമെങ്കിൽ വേറെ പോയിക്കോ. ഞമ്മടെ അടുത്തല്ല ആരിലൊക്കെ മടപ്പല്ല ആമനെ പെണ്ണെ ഇക്കാനും കൊടുത്തു പോയി. എവിടെയായിരുന്നു ഈ എത്രയും കാലം? ചത്ത ഉയരോടെ ഇരിക്കണമെന്ന് അറിയണ്ടേ? തീ തന്ന് കൈയായിരുന്നു. ഇത്താത്ത ഈ രണ്ടെണ്ണങ്ങളും എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? കഴിഞ്ഞില്ലേ എല്ലാം? വന്നിടത്തേക്ക് എന്നെ പൊക്കോളി. നമ്മൾ പറയണത് ആർക്കും വിശ്വാസമാവണില്ലേ? ഇല്ല, ഇക്കാലം അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് പൂട്ടിക്കെട്ടി നമ്മൾ ഇങ്ങോട്ട് വരുമോ? ഇതിലെന്തോ ചതിയുണ്ട് ഇത്താത്ത. ആരൊക്കെ കൂടെ നമ്മളെ ചതിച്ച? ഇവിടുത്തെ കാര്യം മറന്നാളാ. പക്കെങ്കിലും ഓള് ആമിനെ പെണ്ണ്, ഓളെ കുറിച്ചൊന്നും ഓർക്കാറുന്നില്ല എനിക്ക്. ഇത്രയും കൂടെ കാത്തിരിക്കായിരുന്നില്ലേ? ജോളെ കുറ്റം പറയണ്ട. എന്നും ബേലിക്കിൽ വന്നെന്ന് ചോദിക്കരുത്. അബ്ദുവിന്റെ ബെവരം വല്ലതും ഉണ്ടോ താത്താന്ന്? വേറെ പെണ്ണിനെ കെട്ടിന്ന് നാടും മുയ്യനും പാടിയിട്ടും വെറുക്കണെ പറയണമെന്ന് ഉറക്കെ പറഞ്ഞ് കരയായിരുന്നു ഓള്. ഇനിയിപ്പൊ എന്തിനാ ഇതൊക്കെ പറയണ? എല്ലാം കഴിഞ്ഞ് മറന്നാളാ. അന്റെ തലയില് ആ വര ഭരിച്ചിട്ടില്ലാന്ന് വെച്ചോ. എന്തെളുപ്പത്തിലാ നിങ്ങള് പറയണ ഓളെ മറന്നാളാന്ന്? മറക്കാനാണ് ഇത്താത്ത ഇത്രയും നാൾ ഉള്ളു മുഴുവൻ ഓളെ നിറച്ചു വെച്ച് നമ്മളിങ്ങോട്ട് ഓടി വന്ന. പിന്നെ ചെന്തപ്പ ചെയ്യാൻ പോണ? അന്റെ ആ പഴയ അമന ഇപ്പൊ ഇല്ല. നിക്കാകെ കഴിഞ്ഞ് പുയ്യാപ്പിളേന്റെ കൂടെ പോവാൻ ഒരുങ്ങി നിൽക്കണ പെണ്ണാണോള്. അന്റെ നെഞ്ചി പിടയ്ക്കണ കാണാൻ കഴിയാഞ്ഞിട്ടല്ല മോനെ. എന്നോട് വേറെന്താ പറയണ്ടെന്ന് ഇത്താത്തക്ക് അറിയണില്ല. ഒരുക്കോളി ചോറിയേക്ക് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങേണ്ടിയല്ലേ? വരിട്ടാ. പേരെനിക്ക് ഓർമ്മ. അതും മറന്നിരിക്കുമെന്ന് വിളിച്ച നമ്മള് പുതിയ എണ്ണായിട്ട് ഇച്ച് മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പടം നമ്മളെ കൽവിലുണ്ടായിരുന്നു. പക്ഷെ ഈ പല്ലുവിന്റെ പെണ്ണായിട്ട് ഇച്ചയിലേക്ക് കാണേണ്ടി വരും നനച്ചില്ല. നമ്മുടെ ഉള്ളിൽ ആദ്യം വരുമെന്ന് നനച്ച് പിന്നെ വരുമെന്ന് ചോദിച്ചു, പിന്നെ വരൂല എന്ന് പറഞ്ഞു. എങ്കിലെനിക്ക് എങ്ങനെ തോന്നി പെണ്ണായ ചേലിക്ക് കെട്ടി ഒരുങ്ങ? ഞമ്മളൊരു പെണ്ണല്ലേ? ബാപ്പയും ഉമ്മയും പുരയിലുള്ളവര് പറയണത് തട്ടാൻ പറ്റും? വേണ്ടാന്ന് കാല് പിടിച്ച് കരഞ്ഞു നോക്കി, പറഞ്ഞു നോക്കി, ആര് കേൾക്കാനാ? ഞമ്മളെന്താ ചെയ്യാൻ? തൂങ്ങിച്ചാകായിരുന്നില്ല എനിക്ക്. ഇനി കഴിഞ്ഞിട്ടെന്ന കാര്യം കരയാൻ തോന്നുന്നില്ലേ? ഇല്ല, നമ്മൾ കരയില്ല. ഇജ് നമ്മുടെ തന്നെ ഇപ്പോഴും നമ്മുടെ തന്നെ. പിന്നെന്തിനാ നമ്മൾ കരയണം? ആമിനാനെ കൊണ്ട് മാപ്പിള കൂട്ടം പോയതിന്റെ പിന്നാലെ ഇറങ്ങിയതാ നമ്മളും. വൈന്ന് കൂടെ കൂടിയതാ ഈ ഉസ്മാൻ. കൂന്താലി കടവത്ത് വന്ന് ഇറങ്ങിയപ്പോ തോന്നിയ പുത്തിയാ ഈ കച്ചവടം. ഓളെ ഒന്ന് കാണാൻ വേറെ ഭയൊന്നും കണ്ടില്ല. മൊയ്തുട്ടി ഹാജിനെ മണിയറയിൽ കയറ്റാണ്ടോള് ഇത്ര നാൾ ഓരോ ഒഴിവ് പറഞ്ഞു നിന്ന്. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെങ്കിൽ നിങ്ങളെ രണ്ടാളുടെ മനസ്സിലെന്താണെന്ന് നമുക്ക് തിരിയണില്ല. പലതും വിചാരിച്ച് ഹാജിയാരെ നേരി കണ്ട് കാര്യം പറയാന്ന്. മനസ്സലിവുള്ളവനാണെങ്കിൽ മൊയ് ചൊല്ലി ഹാജിയാരോളെ ഞമ്മക്ക് തന്നാലാന്നും കൂടി കിനാവ് കണ്ടുപോയി. ഫസ്റ്റ് കിനാവ് തന്നെയാണ്. മൂന്നാം കെട്ട് ഞമ്മളെ മൈമൂനാനെ ഒഴിഞ്ഞേരാത്ത ഹറാം പറഞ്ഞവനാണോ? ചക്കരമേലെ ഈ ചോട്ടനമാതിരി ഒട്ടിയിരിക്കുവൻ എന്റെ ആമിനാടെ മേലെ. ഹാജിയാർ ഓളുടെ മേലെ കൈവച്ച അപ്പ ചാവുന്ന ഓള് പറഞ്ഞിരിക്കണ. ആമിനാനെയൊക്കെ അറിയാം, ഓളത് ചെയ്യും. അതിന് എന്താ ചെയ്യാൻ കണ്ടിക്കണ്? ഒന്ന് പഴയ നടക്കി കിട്ടിയാല് എവിടെയെങ്കിലും കൊണ്ടുപോകും. അല്ലാണ്ട് വേറൊരു വഴിയും നമ്മൾ കാണില്ല. കോലറക്കലെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങണത് പെരുന്നാളിൻ്റെ അന്നും വയല് കേൾക്കാനും
പിന്നെ പെരുന്നാൾ ചന്തയിൽ നിന്ന് ചിന്തി വാങ്ങിക്കാനും മാത്ര. ആ റംലാൻ മാസത്തില് പിറ കണ്ട പെരുന്നാളായി. എങ്കിൽ അന്ന് നമ്മൾ ഓളയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോവും. പറയാനെ കൊണ്ട് എളുപ്പമാണ്. ഇന്നൊരുത്തന്റെ പെണ്ണിനെ കട്ടോണ്ട് പോകാനാണ് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കണമെന്ന് പുറത്തറിഞ്ഞാലി നമ്മളെ 4 ആളുടെ മയ്യത്ത് കൂന്താലി പോയാലും മഞ്ചിന്റെ ചേലി കൊയ്യ കിടക്കും. തെറ്റാണ് ഈ ചെയ്യണത്. ഓള് നിക്കാൻ കഴിഞ്ഞോളാ. ആണിന്റെ പെണ്ണിന്റെ കൽബിലാണ് നിക്കാഹ് നടക്കണത്. മൊയ്തൊട്ടി ഓളെ കെട്ടിന നേരെ മുമ്പ് തന്നെ നമ്മുടെ ആമിനെ കൽബിൽ അത് നടന്നു കഴിഞ്ഞിരിക്കണ്. എന്റെ ഇത് കൊത്തിക്കൊണ്ടുപോയതാ. നിനക്കത് തിരിച്ചു വേണം. അനക്കതിനുള്ള ഉസിരുണ്ടത്തു. എന്നാ നമ്മളൊന്നും ആലോചിക്കണില്ല. അന്റെ കൂടെ നമ്മളുണ്ട്. പക്ഷെങ്കിലേ ബുദ്ധിമോശം കാട്ടണ്ട. ചിന്തിച്ചെന്തയിൽ ജഹള ഉണ്ടാക്കണ കാര്യം നമ്മളേറ്റ്. പിന്നെല്ലാം പടച്ചോ നിശ്ചയിക്കും. അതുവരെ നിങ്ങളിവിടെ കുടിക്കോ. പായും വെട്ടൊക്കെ ചോയിന്റെ കുടിയില്ല. ഇജ്ജ് പോയി എടുത്തിട്ട് വാ. അതുവരേക്ക് ആ ഹിമാറ് മണിയറെ കയറാൻ പാടില്ല. എന്താ ഒരു ബൈ. രാമ ഓ എറിഞ്ഞോളൂ. ദാ കിടക്കണു. കണ്ടുവോ? കണ്ട്. എന്താ? പൂ അല്ല, പുഷ്പം. പുഷ്പം. പറയൂ, പുഷ്പം. പൂന്നും പുഷ്പം പിന്നെ ഇപ്പൊ നമ്പൂരിശം പറഞ്ഞ പോലെ പറയാ. അത് പൂവും പുഷ്പമൊന്നും അല്ല, തന്റെ വല്യുപ്പയാ. നമ്മളല്ല ആമിനാന്റെ. ആരുടേതോ ആകട്ടെ, ദേഹം ആത്മാവ് കോടാരി. ഇത് 3 കുളത്തിൽ കിടപ്പുണ്ട്, ഇനി പൊങ്ങില്ല. ഓടാലിയ. അതുകൊണ്ടല്ലേ വല്യുപ്പ മുട്ടനാടിനെ അടിച്ചു വന്നത്. അത് ആമിന പറഞ്ഞില്ലല്ലേ. അവള് പറയാത്ത പലതും ഇരുന്തലക്കടം കണ്ടു. ഇനി അയാൾ സ്വപ്നത്തിലല്ല, അവളുടെ സങ്കല്പത്തിൽ പോലും വരില്ല. അപ്പൊ നമ്മളെ തടസ്സങ്ങളെല്ലാം നീങ്ങിയല്ലേ നമ്പൂരിശ. ധൈര്യമായിട്ട് പോയി ആദ്യ രാത്രി കോഷാക്കുക. ഇനി നമ്മള് രാത്രി വരെ കാത്തിക്കാൻ പോടില്ല. എന്നാ ധൈര്യമായിട്ട് പോയി ആദ്യം പകലങ്ങോട്ട് കോഷാക്കുക. ഓ എന്താണ് നമുക്ക്? ആ ഇബിലീസ് പുറപ്പെട്ട് ഓരിപ്പിങ്ങത്തും. എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടി തെങ്ങുമ്പോ കയറി. ആ കേറിക്കോ. വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന ബൈബക്കിളി വെലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ട മാമ്പഴം കടിച്ചു. എന്താ കലന്തൻ ഹാജി വഴി മുടക്കി നിൽക്കുന്നത്? വണ്ടി എടുത്ത് മാറ്റടാ ബൈന്ന്. ഈ പയ്യന്റെ ബാപ്പാന്റെ പയ്യൻ എഴുതി വെച്ചിട്ടുള്ള ചതിയാ. ചങ്ങായിയെ ചതിച്ച കള്ള പന്നി. അടിച്ചു എന്റെ അണപ്പല്ല ഇളക്കടാ. കുതിരന്റെ മോളിൽ ഇത് വലിയ വർത്താനം പറയാതെ ചുണയുണ്ടെങ്കിൽ ഇറങ്ങി പാടാ. ഇറങ്ങി വന്നാലേ കുത്തി മലത്തിക്കളയും നമ്മള്. ഈ എന്താക്കുന്നാ പറഞ്ഞത്? കുത്തുന്ന് പറഞ്ഞാൽ നമ്മള് കുത്തും. എന്നാ കുത്തടാ. കലന്തരാജിയെ പറഞ്ഞ കുത്തുന്ന് പറഞ്ഞാൽ നമ്മള് കുത്തും. എന്നാ കുത്തടാ. അനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പരേമ വന്ന് നിക്കടാ. വന്ന് എത്തിക്കടാ. തെങ്ങ് ചൈക്കൂല എന്ന് പറയുന്ന ഇമാറുകളൊക്കെ വെട്ടിക്കൊല്ലണം. ഭാഗ്യം, തലയില് വീണത് രക്ഷയായി. വൈദ്യൻ എന്ത് പറഞ്ഞു? വെള്ളം നനയാൻ പാടില്ലെന്ന്, സൂക്ഷിച്ചില്ലെങ്കിൽ പയക്കെന്ന് പറഞ്ഞു. ബൈക്ക് പതുക്കാൻ നമ്മളെ തലേന്ന് ചക്കപ്പായ ആ കബഡി എടുത്തി നോക്കിയപ്പോ നിങ്ങൾ കണ്ടില്ലായിരുന്നു തേങ്ങാക്കൊല ബൂന്ന്. കവടിക്കുള്ളി തേങ്ങാക്കൊലയോ? ഇയാളോട് ആര് പറഞ്ഞു തെങ്ങിന്റെ ചോട്ട് പോയി നിൽക്കാൻ? നമ്മള് പോയി തിന്നല്ല. ആ കലന്തന്റെ ചതിപ്പണിയാണ്. ഓന്റെ പേരിൽ നമ്മള് പോലീസ് കേസ് കൊടുക്കും. തേങ്ങ തലേ വന്ന് വീണേന് ഓരെന്ത് കുറ്റാ ചെയ്തേ? അന്റെ മനസ്സിൽ ഇപ്പോഴും ആ അമുക്കാണല്ലേ. ഓ അവത്ത് ഞമ്മള് കേസ് കൊടുക്കൂ. എടോ ഹാജിയാരെ, അതിന് കലന്തം തന്നെ ഒന്നും ചെയ്തില്ലാലോ. പിന്നെ വേണമെങ്കിൽ തനിക്ക് തെങ്ങിന്റെയും തേങ്ങയുടെയും പേര് കേസ് കൊടുക്കാം. നിങ്ങൾ നമ്മളെ മക്കാറൊക്കെ കേസിനും വക്കാണത്തിനും ഒന്നും പോയോണ്ട് ഒരു കാര്യമില്ല. ബുദ്ധി ഉപയോഗിക്കണം. ആ അബ്ദും കലന്തനും ഒറ്റക്കെട്ടാണെന്ന് തനിക്കിപ്പോ ബോധ്യായില്ലേ? അവൻ കച്ചവടത്തിനൊന്നും വന്നതല്ല, തന്നെ ദ്രോഹിക്കാൻ ആ കലന്തം വരുത്തിയതാ.
അവനൊരു ഉഗ്രൻ മന്ത്രവാദിയാണ്. എന്തോ കൂടോത്രം കുഴിച്ചിടാനാണ് അവന് വീട്ടിൽ കയറിയത്. അതവൻ ചെയ്തിട്ടുണ്ട്. അത് ശരിയാ. അതാ ഇങ്ങള് ചെയ്യണ പണിയൊന്നും ഏക്കാത്തത്. ആര് പറഞ്ഞു ഏക്കണില്ല എന്ന്? വല്യുപ്പ പിന്നെ വന്നുവോ? ഇല്ലല്ലോ. അതിന് നമ്മൾ ഒതുക്കിയപ്പോഴല്ലേ തേങ്ങാ കൊലയിൽ ദുർമന്ത്രം ചെയ്ത് തലയിലേക്ക് ഇട്ടത്. ഇന്നും മണിയറ ഒരുക്കി വെച്ച് അത് ഓർക്കുമ്പോഴാണ് ഞമ്മക്ക് സങ്കടം. തടസ്സങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാം. അത് നിങ്ങൾ കുറെ സായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്ന് ഉണ്ടാക്കില്ലേ അവന്മാര്. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. ഒരു കടും പ്രയോഗമുണ്ട്. അതോടെ അവൻ ഇവിടെ നോടും. അതങ്ങട്ട് ചെയ്യാ. എന്താ വിശ്വാസം അവനില്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. അവൻ ഈ നാട്ടിൽ നിന്ന് വാരും പൊക്കി ഓടും. ഞാൻ കാണിച്ചുതരാം. വരിക. നിങ്ങൾ വന്ന് കിടക്കി. 2 ദിവസം കഴിഞ്ഞ കെട്ടയക്കാന്നാ വൈദ്യര് പറഞ്ഞിരിക്കണേ. ഈ പൊക്ക മുകളില് നല്ല കാറ്റുണ്ട്, നമ്മൾ അവിടെ ഇരിക്കാം. എന്റെ പൊന്നെ, ആ കൈ കെട്ട് നീട്ട്, ഞമ്മളൊന്ന് പിടിച്ചു കേറട്ടെ. ആ കൈ കെട്ട് താ.